ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും വന്നിട്ടുള്ളത് ഒരു സദ്യ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഓണം വരെ കുറച്ച് സദ്യ റെസിപ്പീസ് പരിചയപ്പെടാം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഐറ്റമാണല്ലോ നമ്മുടെ പുളിശ്ശേരി. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുമ്പളങ്ങ പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല സിമ്പിളും ടേസ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2 കപ്പ് കുമ്പളങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത് ചെറുതായിട്ട് ഒരു മീഡിയം തിക്നെസ്സിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയും ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് കുമ്പളങ്ങ വേവിക്കാനായിട്ട് ഞാനൊരു മൺചട്ടിയിലാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്നാവണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 വലിയ പച്ചമുളക് തന്നെ നടുവെ കീറിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ 1 ടീസ്പൂണോളം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മുങ്ങി കിടക്കാൻ മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ തേങ്ങ കുറച്ച് ചേർക്കാറുള്ളൂ. പിന്നെ ഒരു 4-5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം, പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരിതരിപ്പില്ലാതെ നല്ല സ്മൂത്താക്കിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അത് ഞാനിത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്താക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം. പിന്നെ ഇതിലോട്ട് വേണ്ടത് തൈരാണ്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് അല്ല 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. എന്നിട്ടത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കുമ്പളങ്ങ അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ വെന്തതിന് ശേഷം ഓവറായിട്ട് വെള്ളം ഉള്ളതുപോലെ തോന്നുകയാണെങ്കിൽ അതൊന്ന് തുറന്ന് വെച്ച് കുക്ക് ചെയ്താൽ വെള്ളം കുറച്ചൊന്ന് വറ്റി വരും. ഇനി ഇതിലിട്ട് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ തേങ്ങയുടെ ഒക്കെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ തൈര് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് തന്നെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റായിട്ട് വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാക്കിയാലും അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ ഇതിലോട്ട് അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂണോ അതിൽ കുറച്ച് കുറവോ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കേണ്ടതില്ല. നന്നായിട്ട് ചൂടായി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ തൈരൊക്കെ ഒന്ന് പിരിഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് ഓഫ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് വറവിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ 3-4 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് ചെറിയുള്ളിയാണ്. 3-4 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മുഴുവനും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. സാധാരണ നമ്മൾ വറവിടുമ്പോൾ ചെറിയുള്ളി ചേർക്കാറില്ല. അപ്പോൾ ഇതിൽ ചെറിയുള്ളി ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് നന്നായിട്ട് മൊരിച്ചെടുത്ത ശേഷം പിന്നെ നമ്മുടെ പുളിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിത് സേവ് ചെയ്യാം. അപ്പം അങ്ങനെ അടച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ ഈ വറവിട്ടതിൻ്റെ സ്മെല്ലും അതിൻ്റെ ഫ്ലേവറും ഒക്കെ നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഇറങ്ങും. അങ്ങനെ ഇതുപോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കുമ്പളങ്ങ പുളിശ്ശേരി റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനലിൽ ഒരുപാട് സദ്യ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.